ടീം ആർക്കവിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇക്വലൻസി സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ്. സോ ബേസിക്കലി നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഇക്വലൻസി സർട്ടിഫിക്കറ്റ്, എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, മൈഗ്രേഷൻ, ജെന്യൂനിറ്റി സർട്ടിഫിക്കറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ കണ്ടു നോക്കാം. അതുമായി ബന്ധപ്പെട്ട് യു ജി ഹോണേഴ്സ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നിട്ടുണ്ട്. സോ ബേസിക്കലി അത് എന്താണ് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഇപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു വ്യക്തി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, ഇതാണ് ഇപ്പോൾ ഓർഡർ എന്ന് പറയുന്നത്, ഇക്വലൻസി ഗ്രാൻഡഡ് ടു UGC ഹോണേഴ്സ് പ്രോഗ്രാം ഓഫേർഡ് ബൈ സ്റ്റേറ്റ്, സെൻട്രൽ, ഡീംഡ് ഓർ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി വിത്ത് 3 years ഓഫ് ഡ്യൂറേഷൻ ടു ദ കറസ്പോണ്ടിങ് UG പ്രോഗ്രാംസ് ഓഫ് 3 year ഡ്യൂറേഷൻ ഓഫ് ദി യൂണിവേഴ്സിറ്റി ഓഫ് ദ കാലിക്കറ്റ്. അതായത് വേറെ ഏതെങ്കിലും സ്റ്റേറ്റ്, സെൻട്രൽ അല്ലെങ്കിൽ പ്രൈവറ്റ് അല്ലെങ്കിൽ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 3 വർഷത്തെ UG ഹോണേഴ്സ് പ്രോഗ്രാം പാസ്സായവർക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾക്ക് 3 വർഷത്തെ ഡ്യൂറേഷൻ കോഴ്സിലുള്ള യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് കോഴ്സുകളുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് കിട്ടുന്നതുമായി ബന്ധപ്പെട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന് 3-4 കണ്ടീഷൻസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നോമൻക്ലേച്ചർ ഷാൾ ബി ഓണേഴ്സ്. അതായത് നിങ്ങൾ പാസ്സായ കോഴ്സിന്റെ നോമൻക്ലേച്ചറിനകത്ത് ഹോണേഴ്സ് എന്ന് വാക്കുണ്ടാവണം. ഫോർ എക്സാമ്പിൾ BSc കെമിസ്ട്രി എന്നുള്ള വാക്കുകൊണ്ട് കാര്യമില്ല, BSc കെമിസ്ട്രി ഹോണേഴ്സ് അല്ലെ BSc ഹോണേഴ്സ് കെമിസ്ട്രി എന്ന് കാണാം, ഹോണേഴ്സ് ഒരു വാക്കുണ്ടാവണം. രണ്ടാമത്തെ കാര്യം ഡ്യൂറേഷൻ ഓഫ് ദി പ്രോഗ്രാം ഇസ് സെയിം ഓർ ദ ലോങ്ങർ. അതായത് ആ പ്രോഗ്രാമിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് മിനിമം 3 വർഷമോ അതിൽ കൂടുതലോ ആയിരിക്കണം. നെക്സ്റ്റ് മോഡ് ഓഫ് സ്റ്റഡി ഷുഡ് ബി റെഗുലർ. അതായത് റെഗുലർ ആയിട്ട് പഠിച്ച കോഴ്സാണ്, ഡിസ്റ്റൻസ് മോഡിലോ കറസ്പോണ്ടൻസ് മോഡിലോ ലൈക്ക് എന്താ പറയുക ഓഫ് ക്യാമ്പസ് സെന്ററുകൾ വഴിയോ ഒന്നും പഠിച്ച കോഴ്സ് ആവരുത്, റെഗുലർ മോഡിലുള്ള കോഴ്സ് ആയിരിക്കണം. ക്രെഡിറ്റ് ഷാൾ ബി ആസ് പാർ വിത്ത് ക്രെഡിറ്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റി ഓഫ് ദി കാലിക്കറ്റ്. ഈ പറയപ്പെടുന്ന കോഴ്സിന്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് ക്രെഡിറ്റുമായിട്ട് ആസ് പാർ ആയിരിക്കണം. അങ്ങനെയാണ് എങ്കിൽ ഈ പറയപ്പെടുന്ന യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ പാസ്സായ ഹോണേഴ്സ് പ്രോഗ്രാമിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കറസ്പോണ്ടിങ് പ്രോഗ്രാമുമായി കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇക്വലൻസി കിട്ടാമെന്നുള്ളതാണ് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ആ അപ്ഡേറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ആപ്ലിക്കേഷൻ പ്രൊസീജിയർ എന്ന ബാക്കി ഡീറ്റെയിലുകളെല്ലാം നമ്മുടെ വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മറക്കാതെ കമന്റ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.